നല്ല മഴയൊക്കെയുള്ള ചില ദിവസങ്ങൾ നമുക്കിങ്ങനെ വെളിയിലൊക്കെ പോയി ഒരു ചായയൊക്കെ കുടിച്ച് ചെറിയ മഴയൊക്കെ ഒന്ന് നനഞ്ഞിട്ട് വരാനൊക്കെ ചില സമയങ്ങളിൽ തോന്നും. ചിലപ്പോഴാണെങ്കിൽ നമുക്ക് വീട്ടിൽ തന്നെ ഇരിക്കാനേ തോന്നുള്ളൂ. നല്ല വീട്ടിൽ തന്നെ ഉണ്ടാക്കിയ ഫുഡൊക്കെ കഴിച്ച് ചായയൊക്കെ കുടിച്ച് പഴംപൊരി അതൊക്കെയാണല്ലോ നമ്മുടെ നാടൻ സംഭവങ്ങൾ. അതൊക്കെ കഴിച്ചിട്ട് നമുക്കിങ്ങനെ ഇരിക്കാനാണ് തോന്നുന്നത്. മോസ്റ്റ് ഓഫ് ദ ഡേ അങ്ങനെ തന്നെ ആയിരിക്കും നമ്മുടെ ഓരോ ദിവസങ്ങളും പോകുന്നത്. പക്ഷേ ചേഞ്ച് ആരാ ആഗ്രഹിക്കാത്തത്? അങ്ങനെ ഞങ്ങളും തീരുമാനിച്ചു മഴയും നനഞ്ഞ് ഒരു ചെറിയ ചായ കുടിക്കാൻ വേണ്ടി പൂഞ്ചിറ വരെ പോകാൻ. നമുക്ക് ഏറ്റവും അടുത്തുള്ള സ്ഥലം, ഏറ്റവും അടുത്തുള്ള വൈബുള്ള സ്ഥലം എന്ന് പറയുന്നത് പൂഞ്ചിറ തന്നെയാണ് കേട്ടോ. അപ്പം അതിനു മുമ്പ് സൊഹാനും അപ്പ എല്ലാം കൂടി ഒന്ന് മഴയെല്ലാം നനഞ്ഞ് ഇരുന്നപ്പം ഞാനിങ്ങനെ ചടഞ്ഞു കൂടി അകത്ത് തന്നെ ഇരിപ്പുണ്ടായിരുന്നു. പക്ഷേ എനിക്ക് ചെറിയൊരു ഇതുണ്ടായിരുന്നു വെളിയിലും. ഈ ബാക്ക് സൈഡിൽ കാണുന്ന മലയുണ്ടല്ലോ, അതാണ് കേട്ടോ ഇലവിഴ പൂഞ്ചിറ. നമ്മുടെ ഇവിടെ നിന്ന് 5 കിലോമീറ്റർ 6 കിലോമീറ്ററൊക്കെ ഉള്ളൂ, കുറച്ചേ ഉള്ളൂ കേട്ടോ. അപ്പം നമ്മളോർത്തു എന്തിനാ വെച്ച് താമസിപ്പിക്കുന്ന, വൈബ് അങ്ങോട്ട് കിട്ടണ്ടേ അതിന്. അങ്ങനെ മഴയൊന്നും ഒതുങ്ങിയപ്പം നമ്മളിതാ കോട്ടും ജാക്കറ്റും നമ്മുടെ സാമഗ്രികളൊക്കെ എടുത്തിട്ട് നമ്മൾ നമ്മുടെ യാത്രയ്ക്ക് പോവുകയാണ്. യാത്ര എന്ന് പറയാൻ പറ്റില്ല, ചെറിയൊരു ചായ കുടിക്കാൻ വേണ്ടിയിട്ട് ജസ്റ്റ് നമ്മൾ പുറത്തേക്ക് പോവാണ്. അപ്പോൾ തന്നെ നമ്മൾ മല കയറി ഇങ്ങനെ പോകുന്നത് നല്ല വ്യൂ ആണ്. അപ്പോൾ തന്നെ നല്ല തണുപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ നമ്മൾ ഷർട്ടൊക്കെ നല്ല അടിപൊളിയായിട്ടുള്ള ജാക്കറ്റൊക്കെ ഇട്ടതുകൊണ്ട് നമുക്ക് വലിയ തണുപ്പൊന്നും കാര്യങ്ങളും അറിയുന്നില്ല. മുകളിലേക്ക് കയറും തോറും ആ മണ്ണിങ്ങനെ മൂടിക്കെട്ടി നിൽക്കുന്ന ആ കാഴ്ചയാണ് കാണുന്നത്. മരങ്ങളുടെ ഇടയിലൂടെ ആ മഞ്ഞിങ്ങനെ കാണുന്നത് തന്നെ നല്ല രസമുണ്ട്. ഇപ്പം ഫോണിൽ ക്ലാരിറ്റി എത്രയുണ്ടെന്ന് അറിയില്ല, കാണാൻ എത്രത്തോളം രസമുണ്ട് ഭംഗിയുണ്ടെന്ന് അറിയില്ല. പക്ഷെ നേരിട്ട് കാണാനൊരു വേറൊരു വൈബ് തന്നെയാണ്. എപ്പോഴും നമ്മളിങ്ങനെയൊന്നും പോകാറില്ല കേട്ടോ. പക്ഷേ നമുക്ക് പോകണമെന്ന് തോന്നുന്ന സമയത്ത് നമ്മൾ കൂടുതലൊന്നും ചിന്തിക്കാറുമില്ല. പോകുന്ന വഴി തന്നെ ഉള്ളൊരു ചെറിയൊരു വെള്ളച്ചാട്ടം എന്ന് പറയാനില്ല, ചെറിയ ഒരു സംഭവമാണ് ഇത്. അവിടെ ഇറങ്ങി കുറച്ച് നേരം ചില്ല് ചെയ്തു. അപ്പോഴൊന്നും മഴയൊന്നുമില്ല കേട്ടോ. മഴയല്ല, ചെറിയ ഇങ്ങനെ ചാറ്റൽ തുളിച്ച പോലെ ഇങ്ങനെ കാണാൻ പറ്റും. ഭയങ്കര ഭംഗിയാണ്, നല്ല രസമാണ് കാണാൻ. അവിടെ നിന്ന് നേരെ പോകുന്നത് പൂഞ്ചിറയിലാണ് കേട്ടോ. നല്ല മഞ്ഞ് ഞാൻ പറഞ്ഞിപ്പം മൊത്തത്തിൽ മഞ്ഞെന്നുള്ള വാക്ക് മാത്രമേ ഉള്ളൂ വീഡിയോയിൽ. പിന്നെ നമ്മൾ അവിടെ ആകെ 2 കടയേ ഉള്ളൂ, കാര്യമായിട്ട് 2 കടകൾ മാത്രമേ ഉള്ളൂ ചായ കുടിക്കാൻ വേണ്ടിയിട്ട് പറ്റിയത്. അപ്പോൾ നമ്മൾ അവിടെ ഇറങ്ങുമ്പം അത് ഈരാറ്റുപേട്ടയ്ക്ക് പോകുന്ന വഴിയാണ് കേട്ടോ. മേലുകാവ് എത്തും. മേലുകാവ് എത്തും. അവിടെ നമ്മൾ നിർത്തി ചായ കുടിക്കുന്ന ഒരു സ്പോട്ടുണ്ട്. അങ്ങനെ അവിടെ ചായയും അത്യാവശ്യം ചെറിയ കടികൾ, ഈ ചൂട് കടികളൊന്നും കിട്ടില്ല കേട്ടോ. അതായത് പഴംപൊരി അങ്ങനെയുള്ള കടികളൊക്കെ ഉണ്ടോയെന്നറിയില്ല. നമ്മളെന്തായാലും വന്നതൊരു 5 മണിയൊക്കെ ആയപ്പോഴാണ്. പക്ഷേ ആ സമയത്തുണ്ടായിരുന്നില്ല ഇതുപോലത്തെ. സൊഹാന് പിന്നെ ആദ്യം മുട്ടായി ഇത് തന്നെയായിരിക്കും പറയുന്നത്. മുട്ടായി മേടിച്ചു കൊടുത്താൽ പിന്നെ അനങ്ങാതിരുന്നുള്ളൂ. അപ്പോൾ നമ്മൾ ഒരെണ്ണമൊക്കെ എടുത്ത് കൊടുക്കും കേട്ടോ. പിന്നെ നമ്മളത് അവിടെ തന്നെ ഇലവിഴ പൂഞ്ചിറയുടെ ടോപ്പ് സൈഡുണ്ട്, അവിടെ നമ്മൾ പോയി കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തു. നല്ല കാറ്റാണ്. അപ്പോഴത്തേക്കും മഴ തൂളാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മുടെ കയ്യിൽ കോട്ടുണ്ടായിരുന്നു, കോട്ട് നമ്മൾ ഇട്ടിട്ടുണ്ടായിരുന്നു. കാറ്റെന്ന് പറഞ്ഞാൽ ഇമ്മാതിരി കാറ്റ്, ആൾക്കാർക്ക് പറത്തിക്കൊണ്ട് പോയി. ഞാനൊക്കെ നിന്ന് കഴിഞ്ഞാൽ എന്നൊക്കെ പറത്തിക്കൊണ്ട് പോകും, അതുപോലത്തെ കാറ്റാണ്. ഞങ്ങളിങ്ങനെ കുറച്ച് നേരം ഇരുന്ന് പിന്നെ അവിടെ ഓഫ് റോഡ് കയറി മുകളിലേക്ക്
പോകുന്ന സെറ്റപ്പൊക്കെ ഉണ്ട് കേട്ടോ. പക്ഷേ നമ്മളങ്ങനെ പോകാനൊന്നും നമ്മളെപ്പോഴും വരുന്നതാണല്ലോ, അതുകൊണ്ട് നമ്മളങ്ങനെ അങ്ങോട്ടൊന്നും പോകാൻ നിന്നില്ല. വെറുതെ ഈ ഒരു കാറ്റും നല്ലൊരു മഴയും നല്ലൊരു മഞ്ഞും അതൊക്കെ കൊള്ളാൻ വേണ്ടിയിട്ട് വന്നതാണല്ലോ. അപ്പോൾ അതാ നമ്മൾ വന്നില്ലെങ്കിൽ നഷ്ടമായി പോയേനെ. എന്തായാലും ഞാൻ വേണോ അങ്ങനെയൊക്കെയുള്ളൊരു ചിന്താഗതിയിലായിരുന്നു. പിന്നെ ലാസ്റ്റ് രണ്ടും കളിപ്പിച്ച് ഇറങ്ങിയതാണ് കേട്ടോ. വീട്ടിൽ കിടന്ന് ഉറങ്ങിയാൽ മതി എന്നൊക്കെ അതിൻ്റെ ഇടയ്ക്ക് ചോദിക്കുന്നുണ്ടായിരുന്നു. നിനക്കൊക്കെ വേറെ പണിയില്ലേ, വീട്ടിലിരുന്നാൽ പോരായിരുന്നോ, എന്തിനാ നമുക്ക് മഴ നനഞ്ഞു പോകുന്നതെന്നൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു. പക്ഷേ ഈ വൈബ് നമ്മൾ വീട്ടിലിരുന്നാൽ കിട്ടില്ലല്ലോ. അങ്ങനെ നമ്മൾ നേരെ ആ ഒരു മോൾ സൈഡിലേക്ക് ഇങ്ങനെ പോയി കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തു. നല്ല മഞ്ഞാണ്. പിന്നെ എന്താ മഞ്ഞ് കണ്ടറിയാമല്ലോ, നല്ല മഞ്ഞുണ്ട്, മഴയുണ്ട്. മഴയല്ല, ഒരു മഞ്ഞ് തുള്ളി വീഴുന്നത് പോലെ ഇങ്ങനെ നല്ല തണുത്ത വെള്ളം ഇങ്ങനെ വീഴുന്നുണ്ടായിരുന്നു. മഞ്ഞാണെന്ന് തോന്നുന്നു, മേ ബി മഞ്ഞായിരിക്കും. അവിടെ കുറേ ആൾക്കാരുണ്ടായിരുന്നു, അവരെല്ലാവരും ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുക്കുന്നുണ്ടായിരുന്നു. പിന്നെ നമ്മളിതാ നേരെ അവിടെ കുറച്ച് നേരം ചില്ല് ചെയ്തിട്ട് പിന്നെ നമ്മൾ വേറെ പ്രത്യേകിച്ച് പരിപാടികളൊന്നുമില്ല, നമ്മൾ നേരെ വീട്ടിലേക്കാണ് കേട്ടോ പോയത്. അപ്പം അവിടെയുള്ള ചെറിയ കാഴ്ചകളൊക്കെ നിങ്ങൾ കണ്ടോളൂ. അപ്പോൾ ഇത്രയാണ് നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ അല്ലെങ്കിൽ വ്ളോഗ് എന്ന് പറഞ്ഞു. പിന്നെ പറയാൻ മറന്നു, ഇത് സൺഡേ ആണ് കേട്ടോ. സൺഡേ ദിവസങ്ങളിലാണ് ഇപ്പോൾ സാധാരണ കട അടച്ചിട്ട് ഇങ്ങനെ വീട്ടിൽ വന്നിരിക്കുന്നത്. കാരണം സൺഡേസിൽ ഒരു റെസ്റ്റ് വേണമല്ലോ. അങ്ങനെ നമ്മൾ സൺഡേസിലാണ് വീട്ടിലിരിക്കാറ്. അപ്പോൾ നമ്മൾ മാക്സിമം സൺഡേസിൽ അങ്ങനെ എവിടെയും പോകാതിരിക്കാനാണ് ഇപ്പം നോക്കുന്നത്. കാരണം വീട്ടിലിരുന്ന് കഴിഞ്ഞാൽ കുറച്ചും കൂടെ ടൈം സ്പെൻഡ് ചെയ്യാം, കുറച്ചുകൂടെ ഫുഡ് നമുക്ക് നല്ല ഫുഡ് ഉണ്ടാക്കി കഴിക്കാം, അങ്ങനെയൊക്കെ ഓർത്തിട്ട്. പക്ഷേ ഇന്ന് ചുമ്മാ ഇറങ്ങിയതാണ് കേട്ടോ. അപ്പോൾ എന്തായാലും നിങ്ങളെല്ലാവരും നമ്മുടെ വീഡിയോ എൻജോയ് ചെയ്യുന്നുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ എന്തായാലും അടുത്ത വീഡിയോ വരുന്നതായിരിക്കും, ഫാമിലി വ്ളോഗ് ഒക്കെ ആയിട്ട് വരുന്നതായിരിക്കും. പിന്നെ നമ്മുടെ വീഡിയോസിൽ എന്തെങ്കിലും ഇമ്പ്രൂവ്മെൻറ്റ്സ് സജഷൻസ് ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയിക്കാവുന്നതാണ്. പിന്നെ എന്താണ്, ഇതിൽ വലിയ പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നും ഇല്ല. നമ്മൾ വെറുതെ നമ്മുടെ ഫാമിലി വ്ളോഗ്സ്, നമ്മുടെ നല്ല നല്ല മൂമെൻറ്റ്സ്. കാരണം പിന്നീട് ഇത് നമുക്കിത് കാണാൻ പറ്റില്ല, അറിയാൻ പറ്റില്ല. ഇതൊക്കെ കൂടുതൽ ഫിലോസഫി ഒന്നും പറഞ്ഞ് ഞാൻ ചളമാക്കുന്നില്ല. അപ്പോൾ എന്തായാലും നമ്മുടെ നല്ല നല്ല മൊമെൻറ്റ്സ് നമ്മൾക്കിങ്ങനെ ഡോക്യുമെൻ്റ് ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ട് എനിക്കിഷ്ടമാണ്. പിന്നെ വേറൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, സൊഹാനാണെങ്കിലും വളർന്ന് ഇപ്പോൾ ഒരു ചെറിയ കുട്ടി എന്നുള്ളതിൽ നിന്നും വലുതായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവൻ്റെ ഓരോ കളികൾ കാര്യങ്ങൾ ഞാൻ ഈ പഴയ വീഡിയോസൊക്കെ എടുത്ത് കാണുമ്പം, യൂട്യൂബിലുള്ള പല വീഡിയോസ് കാണുമ്പം അതിൽ ഉണ്ടാവുന്ന ചേഞ്ചസ് ഉണ്ടല്ലോ, ഓൺ വോയിസിലിടുന്ന ചെറിയ വീഡിയോസൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ അതിലൊക്കെ അവൻ്റെ സംസാര രീതി, അവൻ്റെ കളികൾ, അവൻ്റെ രീതികൾ അതൊക്കെ കാണുമ്പോൾ തന്നെ നമുക്കൊരു ഭയങ്കര അതൊരു പ്രത്യേക മൊമെൻ്റാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ ഇവർ വളർന്നുകൊണ്ടിരിക്കുകയാണ്, നമ്മൾ ചിലപ്പോൾ അത് മറന്നു പോകാം. പക്ഷേ ഇത് കാണുമ്പം പ്രത്യേകിച്ച് ഒരു രസമാണ്. ഞാൻ കൂടുതലും അതിന് വേണ്ടിയിട്ടാണ് ഞാൻ വീഡിയോസ് ഇടുന്നത്, അല്ലാതെ വ്യൂസ് കിട്ടണമെന്ന് പറഞ്ഞിട്ടോ അങ്ങനെയൊന്നുമല്ല. നമ്മുടെ മൊമെൻറ്റ്സ് നമ്മുടെ ഫോണിൽ നിന്ന് എന്തായാലും പോകും. നമ്മളിങ്ങനെ ഫോണിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ചേഞ്ച് ചെയ്യുന്ന ആൾക്കാരൊക്കെ ആകുമ്പം എന്തായാലും നമ്മുടെ ഫോണിൽ നിന്ന് ഇതൊക്കെ പോകും. അപ്പം നമുക്കിത് കാണാൻ വേണ്ടിയിട്ടാണ് കേട്ടോ, അതും കൂടിയാണ്. അപ്പോൾ എന്തായാലും നമ്മുടെ വീഡിയോസ് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ എന്തായാലും നിങ്ങൾ എന്തെങ്കിലുമൊക്കെ ഒരു കമൻറ്റൊക്കെ ഇട്ടേക്കാം കേട്ടോ. അപ്പോൾ എന്തായാലും നമ്മുടെ